കാണൂല നാമ ബാബരി, കേൾക്കൂലേ ആ മധുര ബാങ്കുലി. മരവിച്ചു നിൽപ്പു രാഷ്ട്രചേതന, എന്നു മാറുമി സമുദായത്തിൻ വേദന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ പാട്ട് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരുപാട് വേദന സൃഷ്ടിച്ച ഗാനമാണ്. ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തോടുകൂടി ആലപിക്കപ്പെട്ട ഒരു ഗാനമാണ്. പലരും ഇത് ഗാനം ആലപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഗാനം ഞാൻ കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാരക്കാട് കുഞ്ഞാപ്പു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു മതപ്രഭാഷണ വേദിയിൽ ആലപിച്ച ഗാനമായിട്ടാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അന്നും ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിന് വേദനിച്ചതാണ്. ഇപ്പോഴും ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിന് വേദനയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഇനി ഈ ഗാനത്തെക്കുറിച്ച് നമുക്ക് ഒരു വേവലാതിയ പ്രയാസം തോന്നില്ല. കാരണം ഇവിടെ ഇച്ഛാശക്തിയുള്ള, അർപ്പണബോധമുള്ള, നീതിബോധമുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട്. അത് പശ്ചിമ ബംഗാളിലാണ്. ആ പശ്ചിമ ബംഗാളിൽ ബാബറി മസ്ജിദിൻ്റെ അതേ മാതൃകയിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുകയാണ്, മാറ്റി നിർമ്മിക്കപ്പെടുന്നു. അതിന് ഭരണകൂടവും ആ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒരു മനസ്സോടുകൂടി നിന്നുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ ഇടവന്നു. വളരെയേറെ മനസ്സിന് സന്തോഷം തോന്നി. കാരണം നാം എല്ലാം അഭിമാനത്തോടു കൂടി, ഊറ്റത്തോടു കൂടി നാം പറയാറുണ്ട്, സാക്ഷരതയിലും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്ന് പറയുന്ന സാംസ്കാരികമായ സംസ്ഥാനം നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. നാം എല്ലാം ഭായിമാരെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന, ഭായിമാരെന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി അവർ അതിനു വേണ്ടിയുള്ള ചുടുകട്ടകളും സാമ്പത്തികപരമായ പിരിവുകളുമെല്ലാം ശേഖരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടാനുള്ള പരിശ്രമത്തിലാണ്. ഇതൊരു സന്തോഷകരമായ വാർത്തയാണ്. എന്തുകൊണ്ട് ഈ വാർത്ത നമ്മളുടെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒന്നും നാം കാണുന്നില്ല? ഇവിടെ നമുക്ക് സന്തോഷകരമായ വാർത്ത കാണാൻ സാധിക്കുന്നു. ഈ വാർത്ത നിങ്ങൾ കാണുക. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ബാബരി മസ്ജിദ് നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചതാണ് നമ്മൾ കേട്ടത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മുർഷിദാബാദിലേക്ക് ജനങ്ങൾ ഇഷ്ടികയും സിമൻറ്റുമായി പള്ളി പണിയാൻ ഒഴുകിയെത്തുകയാണ്. കൂടാതെ അവിടെ പണസമാഹരണവും നടക്കുന്നുണ്ട്. പള്ളിയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അയോധ്യയിലല്ലെങ്കിലും ബംഗാൾ ഒരു ബാബരി മസ്ജിദ് ഉയരുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലേ രാജ്യത്തെ ജനാധിപത്യ ഗവൺമെൻറ്? അത്തരത്തിലുള്ള ഗവൺമെൻറ് അല്ലേ ഈ രാജ്യത്തിന് ആവശ്യമുള്ളത്? അതിന് നേതൃത്വം കൊടുക്കുന്ന മമതാ ബാനർജി എന്ന് പറയുന്ന ധീരയായ ഒരു വനിതയാണ് ഈ പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത്. ആ ധീരയായ വനിതയായ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ബിഗ് സല്യൂട്ടും. കാരണം ഈ രാജ്യത്ത് വേദനിച്ച മുസ്ലിം സമുദായത്തിൻ്റെ, മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾ, ഇസ്ലാമിൻ്റെ ഹൃദയങ്ങളിൽ സ്വാഭാവികമായ രീതിയിൽ സന്തോഷത്തിൻ്റെ ചില സുദിനങ്ങൾ സമ്മാനിക്കാൻ സാധിച്ചതിന് ആ ഗവൺമെൻറ്റിനോട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നന്ദി.